രുചിഭേദങ്ങൾ. എല്ലാ കൂട്ടുകാർക്കും രുചിഭേദങ്ങളിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോണത് ഡേറ്റ്സ് ക്യാരറ്റ് കേക്കാണ്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പി ആട്ടോ. അപ്പോൾ ഇതിൽ നമ്മൾ മുട്ട ഉപയോഗിച്ചിട്ടില്ല, പിന്നെ സ്റ്റൗ ടോപ്പിലാണ് ബേക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമാവും എന്നുള്ള വിശ്വാസത്തോടെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊന്ന് എനേബിൾ ചെയ്ത് ഓൾ കൊടുക്കണേ. ഈ ഒരു കേക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് 1 കപ്പ് ഡേറ്റ്സിൻ്റെ പേസ്റ്റാണ് വേണ്ടത്. അതിനായിട്ട് ഞാനിവിടെ ഡേറ്റ്സ് എടുത്തിട്ട് 1 മണിക്കൂർ ചുടുവെള്ളത്തിൽ ഒന്ന് കുതിർത്ത് വെച്ചു. അതിനുശേഷം മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുത്തു. അപ്പോൾ നമുക്ക് അളന്ന് നോക്കണ സമയത്ത് 1 കപ്പ് ഉണ്ടാവണം കേട്ടോ. ഓരോ ഡേറ്റ്സിനും ഓരോ വലുപ്പമായിരിക്കും അല്ലേ. അപ്പോൾ അത് നമുക്ക് കറക്റ്റായിട്ട് എണ്ണം പറയാൻ പറ്റില്ല. ഇനി ഒരു മിക്സിംഗ് ബൗളിലേക്ക് ഡേറ്റ്സ് അരച്ചത് ഇട്ട് കൊടുക്കണം. അതിനുശേഷം അതിലേക്ക് 1/4 കപ്പ് പൊടിച്ച പഞ്ചസാര, 1/4 കപ്പ് റിഫൈൻഡ് ഓയിൽ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, പിന്നെ അരിച്ചു മാറ്റി വെച്ച 1 കപ്പ് മൈദയും കൂടെ ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പാല് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. എപ്പോഴും പറയണ പോലെ തന്നെ ഓവർ മിക്സിങ് പാടില്ല. ഞാനിതിപ്പോൾ കുറച്ച് സ്പീഡായി കാണിക്കണതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ തോന്നുക കേട്ടോ. ഞാൻ പതുക്കെയാണ് മിക്സ് ചെയ്യണത്. അതിന് ശേഷം ഇതിലേക്ക് 1 കപ്പ് ഗ്രേറ്റ് ചെയ്ത് വെച്ച ക്യാരറ്റ് ഇട്ട് കൊടുക്കണം. അതിന് ശേഷം പതുക്കെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഗ്രീസ് ചെയ്ത് ബട്ടർ പേപ്പർ പ്ലേസ് ചെയ്ത ഒരു കേക്ക് ടിന്നിലേക്ക് ഞാൻ ബാറ്റർ ഒഴിച്ച് കൊടുക്കുകയാണ്. അതിന് ശേഷം നന്നായിട്ടൊന്ന് ലെവൽ ചെയ്യണം. ലെവൽ ചെയ്ത ശേഷം നന്നായിട്ട് ടാപ്പ് ചെയ്യുക. ഞാൻ ഇന്ന് ഈ ഒരു മോൾഡ് എടുത്തു എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മോൾഡ് എടുക്കാം കേട്ടോ. സാധാരണ സ്റ്റീൽ പാത്രത്തിൽ നമുക്കത് ബേക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതിന് ശേഷം ഞാനിവിടെ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് എടുത്ത് വെച്ച ഈ ഒരു പാത്രത്തിലേക്ക് പതുക്കെ ഇറക്കി വെക്കുകയാണ്. അതിന് ശേഷം ഒരു 30 to 40 മിനിറ്റ് വരെ നമുക്ക് ബേക്ക് ചെയ്തെടുക്കണം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ബേക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ എനിക്ക് ഈ ഒരു കേക്ക് ബേക്കായി കിട്ടാനായിട്ട് 40 മിനിറ്റ് വേണ്ടി വന്നു കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, കത്തി ഇൻസേർട്ട് ചെയ്ത് നോക്കിയപ്പോൾ ക്ലീൻ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കേക്ക് നല്ല സൂപ്പറായിട്ട് ബേക്കായിട്ടുണ്ട്. അപ്പോൾ കേക്ക് നന്നായിട്ട് തണുത്ത ശേഷം ഞാനൊരു കത്തി കൊണ്ട് സൈഡ്സൊക്കെ ഒന്ന് റൺ ചെയ്ത് കൊടുക്കുകയാണ്. പെട്ടെന്ന് വിട്ട് കിട്ടാനാണ് നമ്മളങ്ങനെ ചെയ്യണത്. ചില സമയത്ത് അതിൻ്റെ ആവശ്യം പോലും ഇല്ല കേട്ടോ, കറക്റ്റായിട്ട് വിട്ട് നിൽക്കുന്നുണ്ടാവും. അപ്പോൾ ഇനി ഒരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. നല്ല അടിപൊളിയായിട്ടുള്ള സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്താ ബട്ടർ പേപ്പറൊക്കെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കേക്ക്. നല്ല രസമുണ്ട് അതിൻ്റെ ടെക്സ്ചർ കാണാനായിട്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ കളർ വേണമെങ്കിൽ ഷുഗർ ഒന്ന് കാരമലൈസ് ചെയ്ത് ഇതിൽ ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ ബേക്കറികളിലൊക്കെ ആ ഒരു കളറിലാണ് കിട്ടാറ്. ഇത് കളറിന് മോശമൊന്നുമില്ല, നല്ല കളറായിട്ട് വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് പഞ്ചസാരയ്ക്ക് പകരം ബ്രൗൺ ഷുഗർ എടുക്കാം. അങ്ങനെ പല ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എന്താ കേക്ക് കട്ട് ചെയ്യുകയാണ്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ആദ്യമായിട്ട് ചെയ്യണവർക്ക് പോലും ചെയ്യാൻ പറ്റുന്ന ഒരു കേക്കാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീട്ടിൽ തന്നെ നല്ല ഫ്രഷായിട്ട് കേക്ക് ബേക്ക് ചെയ്യുക, കഴിക്കുക, എൻജോയ് ചെയ്യുക. അപ്പോൾ ഞാൻ എന്താ കേക്ക് മുറിച്ച് കാണിച്ചു തരാം. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമെന്ന് വിചാരിക്കണു. അത്രയും സോഫ്റ്റാണ്, പഞ്ഞ് പോലുള്ളൊരു കേക്കാണ് കേട്ടോ. ടേസ്റ്റ് ആണെങ്കിൽ പറയാനും ഇല്ല, കഴിച്ചെന്നെ നോക്കണം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ഈ റെസിപ്പി ട്രൈ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. നിങ്ങളൊക്കെ ചെയ്ത് അതുപോലെ പിക്ചറൊക്കെ അയച്ചു തരുന്ന സമയത്താണ് വീണ്ടും കൂടുതൽ നമുക്ക് ചെയ്യാനായിട്ടൊരു പ്രചോദനം ഉണ്ടാവുക. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഫ്രണ്ട്സ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ നല്ല അടിപൊളി റെസിപ്പീസായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഓൾ.